രാജ്യമെങ്ങുമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഫണ്ടുകൾ വിവിധ ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളും സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും തികച്ചും മാതൃകാപരമായ ഒരു തീരുമാനം പുറത്തുവരുന്നത്. തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രിയായ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ക്ഷേത്രങ്ങളുടെ വരുമാനവും സ്വത്തുക്കളും യാതൊരുവിധ വാണിജ്യ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കില്ലെന്ന ദൃഢമായ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് മുൻപ് ഭരിച്ചിരുന്ന DMK സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ വലിയ വികസന പദ്ധതികൾ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് വിജയ് സർക്കാർ തങ്ങളുടെ നയം വ്യക്തമാക്കിയത്. ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തരിൽ നിന്നും ലഭിക്കുന്ന പണം ആ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമായി വിനിയോഗിക്കാനാണ് പുതിയ തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. തമിഴ്നാട് ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന് കീഴിൽ വരാനിരുന്ന 46 വമ്പൻ പദ്ധതികളാണ് മുഖ്യമന്ത്രി വിജയുടെ ഒറ്റ തീരുമാനത്തിലൂടെ ഇല്ലാതായത്. മുൻ സർക്കാരിന്റെ കാലത്ത് അനുമതി നൽകിയിരുന്ന 15 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 29 ആഡംബര വിവാഹ മണ്ഡപങ്ങളും ഭക്തരുടെ പണം ഉപയോഗിച്ച് പണിയാൻ പദ്ധതിയിട്ട 130 കോടി രൂപയുടെ 17 വലിയ വാണിജ്യ സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഭരണമാറ്റമുണ്ടായെങ്കിലും ഈ വൻകിട പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിജയ് സർക്കാർ വിഷയം ആഭ്യന്തരമായി വിലയിരുത്തിയത്. പല പദ്ധതികളും നിയമപരമായ വലിയ തടസ്സങ്ങൾ നേരിടുന്നവയാണെന്നും അവ പൂർത്തിയാക്കുന്നത് ഭാവിയിൽ ക്ഷേത്രങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും കോടികളുടെ നഷ്ടവും വരുത്തിവെക്കുമെന്നും സർക്കാർ വിലയിരുത്തി. വാണിജ്യ താൽപര്യങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് ക്ഷേത്രങ്ങളുടെ പൈതൃകവും ആത്മീയതയും സംരക്ഷിക്കാനാണ് തങ്ങളുടെ പ്രഥമ മുൻഗണനയെന്ന് പുതിയ ഭരണകൂടം അടിവരയിട്ട് പറയുകയാണ്. ക്ഷേത്രങ്ങളിൽ ഭക്തർ കാണിക്കയായും വഴിപാടായും സമർപ്പിക്കുന്ന പണം ഉപയോഗിച്ച് വിവാഹ മണ്ഡപങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ച് ഭരണം നടത്തുന്ന രീതി ദീർഘകാലമായി തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പതിവാണ്. എന്നാൽ ക്ഷേത്ര ഫണ്ടുകൾ ഇത്തരത്തിൽ വകമാറ്റുന്നത് വലിയ രീതിയിലുള്ള കൊള്ളയാണെന്നും ഈ പണം ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ വർഷങ്ങളായി വലിയ പോരാട്ടത്തിലായിരുന്നു. ഭക്തരുടെയും ഈ സംഘടനകളുടെയും ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ് കട്ട സപ്പോർട്ടുമായി ഒപ്പം നിന്നിരിക്കുന്നത്. വിജയുടെ തകർപ്പൻ തീരുമാനത്തിനെതിരെ DMK അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കടുത്ത അമർഷവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം വിവാഹ മണ്ഡപങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും നിർമ്മിക്കുന്നത് വഴി ക്ഷേത്രങ്ങൾക്ക് ഭാവിയിൽ സ്ഥിരമായ വരുമാനം ലഭിക്കുമെന്നും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ കല്യാണം നടത്താൻ ഇത് ഉപകരിക്കുമെന്നുമാണ് പ്രതിപക്ഷം ഉയർത്തുന്ന തൊടുന്യായം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ വിജയ് സർക്കാർ ക്ഷേത്ര സ്വത്തുക്കൾ മതപരവും ആത്മീയമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭക്തർക്ക് കൂടുതൽ ആശ്വാസവും സൗകര്യങ്ങളും നൽകുന്ന പുതിയ ക്ഷേത്ര വികസന പദ്ധതികൾ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.